بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1750 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയുടെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ചർച്ചയാണിന്ന്. ചർച്ചക്കാരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمين. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ തുടക്കത്തിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 37 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തിന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കിയുണ്ടായി. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ് ഇന്ന് ഇവിടെ നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഏതാനും ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിന്റെ ചാറ്റ് ബോക്സിലൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അത് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം നൽകാമെന്നാണ് കരുതുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, നിഷേധികൾ പറയുന്നത് നമൂത്തു വനഹിയ എന്നാണല്ലോ, ഇത് ക്രമരഹിതമായ പ്രയോഗമല്ലേ, തിരിച്ചല്ലേ പ്രയോഗിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഈ സൂറത്തിലെ 24-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. 24-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുന ദഹ്റു വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യളുന്നൂൻ. മക്കയിലെ കുഫാറുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: മാഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഐഹിക ലോകത്തെ ജീവിതം മാത്രമാണ്, അതല്ലാതെ വേറെ ജീവിതമൊന്നുമില്ല. നമൂത്തു വനഹിയ, നമ്മൾ മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലമല്ലാതെ ഞങ്ങളെ നശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മരിപ്പിക്കുന്നില്ല. കാലചക്രത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളുടെ മരണം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരണത്തിന് ഈ ജീവിതം അവസാനിക്കുമ്പോൾ അങ്ങ് മരിക്കുന്നു, അത് കാലത്തിന്റെ ഈ പ്രവാഹത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വമാലഹും ബിദാലിക മിൻ ഇൽം, ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് ഒരു അറിവിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊന്നും അല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കതിനെ കുറിച്ച് അങ്ങനെ വ്യക്തതയുള്ള അറിവൊന്നുമില്ല. ഇൻഹും ഇല്ലാ യളുന്നൂൻ,
അവര് കേവലം ഊഹങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇതാണ് ഈ സൂറത്തിലെ 24-ാമത്തെ ആയത്തിന്റെ ഏകദേശ സാരം. ഇതില് ഈ നമൂത്തു വ നഹിയ എന്ന അവരുടെ പ്രതികരണം, മാഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ എന്ന് പറഞ്ഞിട്ട്, ജീവിതം എന്ന് വെച്ചാൽ ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. നമൂത്തു വ നഹിയ, നമ്മൾ മരിക്കുന്നു ജീവിക്കുന്നു എന്നവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ സംസാരത്തിലെ ഒരു ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യഗ്രത സ്വാഭാവികമായിട്ടുമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. മരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആത്മാവിനെ അള്ളാഹു തിരിച്ചു പിടിക്കുകയാണ്, അള്ളാഹുലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ആ പ്രക്രിയയാണ്. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന കാര്യം, അതിനായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം, അതാണ് സാഴത്ത് എന്ന കാര്യങ്ങളൊക്കെ അവരോട് ഒരു പ്രാധാന്യമുള്ള കാര്യമായിട്ട് അവരോട് പറയപ്പെട്ടപ്പോ അവര് നൽകിയ പ്രതികരണമാണ് ഈ പറഞ്ഞ സംഗതി. അപ്പം മരണമാണ് അവരുടെ മുന്നിലുള്ള വിഷയം. മരണത്തെ തുടർന്ന് ഉള്ള പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ അവരതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് മാഹിയ ഇല്ല ഹയാത്തുന ദുന്യ, ജീവിതം എന്ന് വെച്ചാൽ ഈ ഐഹിക ലോകത്തെ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മാത്രമാണ്, അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മരിച്ചു പോകും എന്നതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഈ ഐഹിക ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മരിച്ചു പോകും എന്ന് പറയുന്ന ആ വ്യഗ്രതയിലുള്ള ഒരു സംസാര ശൈലി മാത്രമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പിന്നീടാണ് ജീവിതത്തെ കുറിച്ച് അവർ പരാമർശിക്കുന്നത്. ആദ്യം മരണത്തെ പരാമർശിക്കുന്നതിന്റെ ഒരു കാരണം, ഈ ജീവിതം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, തുടർന്ന് നമ്മളങ്ങ് മരിച്ചു പോകും എന്ന് പറയുന്ന ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അതുകൊണ്ട് മരണത്തെ ആദ്യം പരാമർശിച്ചു. പിന്നീടാണ് അവര് ഞങ്ങള് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ളത് അത് ചേർത്ത് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ കുഫാറുകളുടെ വാക്കുകള്, അവരുടെ സംസാരം അള്ളാഹു ഇവിടെ ഉദ്ധരിക്കുകയാണല്ലോ, അത് അവരുടെ ശബ്ദത്തിൽ തന്നെയാണ്. നമൂത്തു വനഹിയ എന്നാണ്, ഞങ്ങൾ മരിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നു. അപ്പൊ അതിൽ ക്രമം തെറ്റായതല്ലേ എന്നതാണ് ചോദ്യം. നഹിയ വനമൂത്തു എന്നല്ലേ പറയേണ്ടത് എന്നാണ് അവര് പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെ ക്രമം അത് തന്നെയാണ്. പക്ഷെ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും മരണത്തിൽ നിന്ന്, മൃതാവസ്ഥയിൽ നിന്നാണ് മൃതാവസ്ഥയിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത് എന്ന് പരാമർശിക്കുന്നതിന് ആദ്യം മരണത്തെ പരാമർശിക്കുകയും പിന്നെ ജീവിതത്തെ പരാമർശിക്കുകയും പിന്നെ വീണ്ടും മരണത്തെ പരാമർശിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി സ്വീകരിച്ചത് ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും ഖുർആനിൽ. അപ്പൊ അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. അള്ളാഹു ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന ആ ആദ്യ പ്രക്രിയ, ആദ്യ നടപടി, അതിനെ പരാമർശിക്കുന്നു. അതിപ്പോ നമ്മള് പിറവിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അസ്തിത്വത്തിന് രൂപം നൽകിയിട്ടുള്ള സംഗതികളൊക്കെയും ഇവിടെ പല രാസപദാർത്ഥങ്ങളുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന്, മൃതാവസ്ഥയിൽ നിന്നാണ് ജീവനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ അല്ലാഹു കൊണ്ടുവന്നത്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ആ ക്രമം വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആളുകള് പറയുന്നത് തന്നെ മരണത്തെ കുറിച്ചായതുകൊണ്ട് പിന്നീടാണ് അവരുടെ സംസാരത്തില് ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെയാണ്, ജീവൻ പിറവിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരാള് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ ഈ കാലചക്രത്തിന്റെ ആകസ്മികതയില ആണ് എന്നത് അവര് അതിനോട് ചേർത്ത് സൂചിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമൂത്തു വനഹിയ എന്നവര് പറയുമ്പോൾ
അവര് ആദ്യം മൗത്തിനെ കുറിച്ച് പറയുന്നതിന്റെ കാരണം അവിടെ അവർ അഡ്രസ് ചെയ്യുന്ന വിഷയം അതാണ് എന്നതാണ്. മരണം എന്ന് പറഞ്ഞാൽ കാലചക്രം നമ്മളെ മരിപ്പിക്കുകയാണ് എന്നതാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മരണത്തെക്കുറിച്ച് അവർ ആദ്യം പറയുന്നു, നമ്മൾ മരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നു. ഇത് രണ്ടും ആകസ്മികമായിട്ട് അങ്ങനെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഒരു ഭാഗമായി, കാലചക്രത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നു എന്നാണ് അവര് പറയുന്നത് അതിനെക്കുറിച്ച്. അതുകൊണ്ട് ആ കുഫാറുകളുടെ പ്രതികരണത്തിൽ തന്നെ ആ ക്രമം ഈ വിധത്തിലാണുള്ളത്. അവര് നമൂത്തു വനഹിയ എന്ന വിധത്തിലാണ് പറയുന്നത്. അള്ളാഹു അതിവിടെ ഉദ്ധരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വിവർത്തനത്തിൽ പലരും, പല മുഫസ്സിറുകളും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ മരിക്കുന്നു എന്ന ക്രമത്തിൽ ഇത് കൊടുത്തത് കാണാം. അത് ഇതിലെ ഈ സങ്കീർണത വായനക്കാരിൽ ആവശ്യമില്ലാത്ത വിധത്തിലേക്ക് എത്തിക്കണ്ട എന്ന് കരുതിയിട്ട് അവരങ്ങനെ കൊടുത്തതാവാനാണ് സാധ്യത. മിക്ക മുഫസ്സിറുകളും അങ്ങനെ നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു എന്നൊരു ക്രമത്തിൽ കൊടുത്തതിന്റെ ഒരു താല്പര്യം ആവശ്യമില്ലാതെ വായനക്കാരിൽ ഒരു സങ്കീർണത ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് ഒരു ദുർഗ്രാഹ്യത ഉണ്ടാക്കേണ്ട എന്ന നിലക്കായിരിക്കണം. എന്തായാലും അറബിയിലുള്ള വിശുദ്ധ ഖുർആന്റെ ഒറിജിനൽ ഫോമില് നമൂത്തു വനഹിയ എന്നാണുള്ളത്. നമ്മൾ മരിക്കുന്നു, ജീവിക്കുന്നു എന്നത്. ഇത് പുനരുത്ഥാനത്തെ കുറിച്ചാണ്, മരണത്തിന് ശേഷമുള്ള വീണ്ടും ജീവിതത്തിലേക്കുള്ള വരവിനെ കുറിച്ചാണ് പറയുന്നത് എന്നത് സങ്കല്പിക്കാൻ വയ്യ. കാരണം ഈ ആളുകൾ അതിനെയാണ് നിഷേധിക്കുന്നത്. ജീവിതം എന്ന് വെച്ചാൽ ഈ ഐഹിക ലോകത്ത് ജീവിതമല്ലാതെ വേറെ ജീവിതമൊന്നുമില്ല എന്നാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവര് ഞങ്ങൾ മരിക്കുന്നു, പിന്നെ ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു എന്നാണ് അത് പറയുന്നത് എന്ന് സങ്കല്പിക്കാൻ വയ്യ. കാരണം അവര് അങ്ങനെ ഒരു പുനരുത്ഥാനത്തെ, വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നതിനെ ആണ് തള്ളിക്കളയുന്നത്, അംഗീകരിക്കാതിരിക്കുന്നത്, അതിനെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ തന്നെ ഈ രണ്ടാമത് ജീവിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുനരുത്ഥാനം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അവര് ഈ വനഹിയ എന്ന് രണ്ടാമതായിട്ട് പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ വയ്യ. ഞാൻ മനസ്സിലാക്കുന്നത് അവര് ആദ്യം പറഞ്ഞത് മരണത്തെ കുറിച്ചാണ്. കാരണം മരണമാണ് അവിടെ മുന്നിലുണ്ടായിരുന്ന വിഷയം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് അവര് പരാമർശിക്കുകയാണ്. കാലചക്രം കറങ്ങുന്നു, ഞങ്ങൾ മരിക്കുന്നു. അപ്പോ പിന്നെ തുടർന്ന് അവർക്ക് മരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ജീവിതം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പറയണ്ടേ എന്ന ഒരു തോന്നലിൽ നിന്ന്, അതുപോലെ ഞങ്ങൾ മരിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞതാവാനാണ് സാധ്യത. അതിന്റെ ആകസ്മികതയെ ചൂണ്ടിക്കാണിക്കാനാണ് അവര് ഇത് ഞങ്ങൾ ജീവിക്കുന്നു എന്ന് കൂടി ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വനഹിയ എന്നവിടെ പറയേണ്ട കാര്യമില്ല, നമൂത്തു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവര് നഹിയ എന്ന് കൂടി പറയുകയാണ്. അത് പറയുന്നതിന്റെ കാരണം അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ മരണത്തെ കുറിച്ച് പറഞ്ഞു, ജീവിതം എങ്ങനെ ഉണ്ടായി എന്നത് പറയാതെയും പോകുന്നു എന്നൊരു തോന്നല് മനസ്സിലുണ്ടായി കാണണം. അതിന്റെ ഫലമായിട്ടാവണം അവര് അതിനോട് ചേർത്ത് വനഹിയ എന്ന് കൂടി പറയുന്നുണ്ടാവുക. എന്തായാലും അവര് പറഞ്ഞ വാക്കുകള് ആ ക്രമത്തിൽ അള്ളാഹു ഇവിടെ കേൾപ്പിക്കുകയാണ്, നമൂത്തു വനഹിയ. ഇതാണ് ഒരു സാധ്യത. മറ്റൊരു സാധ്യത, ഇത് പറയുന്നതിനുള്ള ഒരു എളുപ്പ ശൈലിപരമായ ഒരു എളുപ്പമാവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഖുർആനിലെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ലൈലം വനഹാറ, ദഅഉതുഹും ലൈലം വനഹാറ. നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചതിനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ അവരെ രാവും പകലും വിളിച്ചുകൊണ്ടിരുന്നു, ക്ഷണിച്ചു, അവരെ പ്രബോധനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ രാവ് ആണ് ആദ്യം പരാമർശിക്കുന്നത്. എന്നാൽ ഖുർആനിലെ വലല്ലൈലു സാബിഖുൻ നഹാർ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രാവ് പകലിനെ മുൻകടക്കുകയില്ല, രാവ് തന്നെയാണ്, അല്ല പകല് തന്നെയാണ് ആദ്യം എന്ന് സൂചിപ്പിക്കുന്ന ഒരായത്താണല്ലോ അത്, വലല്ലൈലു സാബിഖുൻ നഹാർ. അപ്പോ പക്ഷെ നൂഹ് അലൈഹിസ്സലാമിന്റെ ആ സംസാരത്തില് ദഅഉതുഹും ലൈലം വനഹാറ എന്ന് പറയുന്നത് കാണാം.
രാത്രി ആദ്യം പരാമർശിച്ചിട്ടുണ്ട്. അതിന് വേറെയും ഒരു കാരണം ഉണ്ടാവാം. നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പാത്തും പതുങ്ങിയും രഹസ്യമായും ഒക്കെ മറ്റാരും കാണാതെയും അതുപോലെ മറ്റാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെയും ഒക്കെയായി ഈ രാത്രി നേരത്തൊക്കെ അവരെ പോയി കണ്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നൊരു സൂചന തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്തത് എന്നതൊക്കെ സൂചിപ്പിക്കപ്പെടുന്നതായിട്ടും മനസ്സിലാക്കാം. അതിനൊക്കെ സാധ്യതയുണ്ടത്. എന്തായാലും ഈ ക്രമം ഇവിടെ യഥാർത്ഥത്തില് ഈ നഹിയാവനമൂത്തു എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശിക്കപ്പെടുന്ന ക്രമം. കാരണം ഇവര് മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവരാണ്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് അവർ ഇക്കാര്യം പറയുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആ ക്രമം അവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നഹിയാവനമൂത്തു എന്നത് തന്നെ ആയിരിക്കണം. പക്ഷെ സംസാരത്തിൽ ആദ്യം നമൂത്തു എന്ന് പറയുന്നതിന് അവര് മരണത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഘട്ടത്തില് എന്ന ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് ആദ്യം നമൂത്തു എന്ന് പറഞ്ഞതാവാനാണ് സാധ്യത. അവരുടെ വാക്കുകളെ ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നമ്മൾ അവരുടെ നിലപാട് എന്താണ് എന്നത് വിശദമാക്കി തരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ വിവർത്തകർക്ക് നമ്മൾ മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാം. പക്ഷെ അത് വായിക്കുന്നവർക്ക് ഒരാശയക്കുഴപ്പം ഉണ്ടാവും. അതവര് പിന്നെ അതിന്റെ സങ്കീർണതകൾ മുഴുവനും വിശദമാക്കി കൊടുക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം വിവർത്തകരെ അങ്ങനെ കൊടുക്കാതെ നിങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇതാണ് ഞാനത് സംബന്ധമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു എന്തിനാണ് മനുഷ്യരുടെ വിധേയത്വം ഇഹലോകത്തിൽ മാത്രം ലഭിക്കാൻ നിർബന്ധം പിടിക്കുന്നത് എന്നതാണ് ചോദ്യം. അതിന് ഒറ്റവാക്കിലുള്ള ഉത്തരം ഇഹലോകത്ത് മാത്രമാണ് മനുഷ്യന് വിധേയത്വം നൽകാതിരിക്കാനും സാധിക്കുക. പരലോകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ മനുഷ്യനില്ല. എല്ലാവരും പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ട് കീഴടങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഈ സൂറത്തിന്റെ പ്രമേയം തന്നെ അതാണ്. കുല്ലു ഉമ്മത്തിൻ ജാസിയത്തുൻ എന്നാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും മുട്ടുകുത്തിയാണ് അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ടുകൊണ്ടാണ് അന്നുണ്ടാവുക. ആരും തലയെടുപ്പും തന്റെ ഇടവും വികളിപ്പും ഒന്നും കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധ്യത പോലും ഒരാൾക്കും ഇല്ല, ഒരു സമൂഹത്തിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യരുടെ വിധേയത്വം ഇഹലോകത്ത് മാത്രമാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. കാരണം പരലോകത്ത് അതിന്റെ ആവശ്യമില്ല. ഇഹലോകത്ത് തന്നെ മനുഷ്യരുടെയും ജിന്നുകളുടെയും കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ അള്ളാഹു ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. ബാക്കി ജീവജാലങ്ങളൊക്കെയും തന്നെ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണുള്ളത്. മനുഷ്യ ശരീരം പോലും പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണുള്ളത്. മനുഷ്യ ശരീരം അനുസരിക്കുന്നത് ആ ശരീരത്തിന്റെ ഉടമകളെ അല്ല, മറിച്ച് അള്ളാഹുവിനെയാണ്. എന്റെ ശരീരത്തിലെ രക്തചംക്രമണം, ദഹന വ്യവസ്ഥ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോ ഏജിങ് കാരണമായിട്ടുള്ള മുടി നരയ്ക്കല്, തൊലി ചുക്കി ചുളിഞ്ഞു വരുന്നത്, തൊലിയുടെ സ്മാർട്ട്നെസ് ഇല്ലാതാവുന്നത്, ഇതൊന്നും ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. അത് ഈ സംവിധാനത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ പൂർണ്ണമായി എന്റെ ശരീരം അതിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയാണ്. അതുപോലെ തന്നെ ഇപ്പോ നഖം വളരുന്നതും മുടി വളരുന്നതും ഒക്കെ ഇതിപ്പോ എന്നോട് ചോദിച്ചിട്ടാണെങ്കിൽ അല്ലെ എന്റെ ഇഷ്ടം അനുസരിച്ചാണെങ്കിൽ ഞാൻ ആ പണിയൊക്കെ വേണ്ടെന്ന് നോക്കൂലേ. നഖം വളരണ്ട, അത്ര മതി, ഉള്ള അവസ്ഥയിൽ മതി, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നഖം മുറിഞ്ഞൊക്കെ പോവുകയാണെങ്കിലൊക്കെ വളർന്നാൽ മതി എന്ന് ഞാൻ പറയൂലേ. അതുപോലെ മുടി വൃത്തിയായി ഭംഗിയായി ഒരിക്കല് വെട്ടി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്നാൽ മതി, പിന്നെ അതിങ്ങനെ വളർന്നു നിന്ന് ഓരോ മാസവും വീണ്ടും മുടി വെട്ടാൻ അവസരം ഉണ്ടാക്കണ്ട എന്ന് ഞാൻ പറയുമല്ലോ. അപ്പൊ അങ്ങനെ എന്നെ എല്ലാം അനുസരിക്കുന്ന ശരീരത്തിന് അള്ളാഹു വെച്ചൊരു വ്യവസ്ഥയെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് ശരീരത്തിന്റെ ഫങ്ഷനിങ്.
അത് ദഹന വ്യവസ്ഥ. ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയുന്ന വിധത്തിലൊന്നുമല്ല ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കപ്പെടുന്നത്. അതില് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല. അതിന് ദൈവികമായി വെച്ച ഒരു ക്രമം അനുസരിച്ചാണ് അത് നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഈ മേഖലയിലൊക്കെ പൂർണ്ണമായും വിധേയത്വം അള്ളാഹുവിന് തന്നെയാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യത്തില്, അതുപോലെ ജിന്നുകളുടെ കാര്യത്തില് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. മനുഷ്യന്റെ കാര്യത്തില് അവന്റെ ജീവിത സരണി തിരഞ്ഞെടുക്കുന്ന സംബന്ധമായി, അവന്റെ നിലപാടുകൾ സംബന്ധമായി, അവന്റെ കർമ്മങ്ങൾ സംബന്ധമായി ഒക്കെ അവന്റെ പ്രവർത്തനം എങ്ങനെയാവണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യനൊരു ചോയ്സ് നൽകപ്പെട്ടിട്ടുണ്ട്. അതും വളരെ പരിമിതമായ ഒരു രംഗത്ത് മാത്രമാണ്. നമ്മൾ എത്ര തന്നെ പ്രയത്നിച്ചാലും നമ്മൾ ഉദ്ദേശിച്ചതിലേക്ക് എത്തിച്ചേരാനോ എത്തിപ്പിടിക്കാനോ കഴിഞ്ഞോളണമെന്നില്ല. അവിടെയും ചില നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നാൽ മനുഷ്യന് കാര്യങ്ങളിൽ ഒരു നിർണയം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊരു തോന്നൽ എന്തായാലും മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവന്റെ തീരുമാനവും ഞാൻ അന്ന് അങ്ങനെ മെഡിസിന് പോകാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ ആയത്, അല്ലെങ്കിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ റിഗ്രറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മറിച്ചുമുണ്ട്, ഹ്യൂമാനിറ്റീസിന് പോകാന്ന് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മെഡിസിന് പോയിരുന്നെങ്കിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി സുഭിക്ഷമായി സുഖലോലുപതയോടുകൂടി ജീവിക്കാമായിരുന്നു എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടല്ലോ. അതേപോലെ പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ നമ്മളുടെ തീരുമാനത്തെ റിഗ്രറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ നമുക്ക് അതിലൊരു സ്വാതന്ത്ര്യമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള, തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു കാര്യം ഒരു അമേരിക്കൻ കവി അയാളുടെ കവിതയിൽ റോബർട്ട് ഫ്രോസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ മുന്നിൽ രണ്ട് വഴിത്താരകൾ രൂപപ്പെട്ടു വന്നപ്പോ, ഒന്ന് എല്ലാവരും നടന്നു പോയൊരു വഴിയാണ്, അതില് കൗതുകമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അധികം ആളുകൾ നടന്നു പോയിട്ടില്ലാത്തൊരു വഴി ഇപ്പുറത്ത് കാണുന്നുണ്ട്, അതിലൂടെ നടക്കുകയാണ് എന്ന് തീരുമാനിച്ച ആ തീരുമാനം ജീവിതത്തിൽ വലിയ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയ കാര്യമാണ് റോബർട്ട് ഫ്രോസ്റ്റ് ആ കവിതയിൽ പറയുന്നത്. ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയും. അപ്പൊ ഇവിടെയൊക്കെ മനുഷ്യനൊരു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു എന്നതാണ് തെളിയിക്കപ്പെടുന്നത്. ഒരാള് ഡോക്ടർ ആവണോ, പ്രൊഫസർ ആവണോ, കർഷകനാവണോ, കച്ചവടക്കാരനാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലോ, അത് അയാളുടെ ഒരു ചോയ്സ് ആണ്. അപ്പോ ഈ ചോയ്സ് തീർച്ചയായിട്ടും അവന്റെ ജീവിത നിലപാടുകളുടെ കാര്യത്തിലും ഉണ്ട്. സൃഷ്ടാവായ റബ്ബനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണോ വേണ്ടേ എന്നത് തീരുമാനിക്കാൻ മനുഷ്യന് ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നത് അനുഭവത്തിലൂടെ നമുക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ വിധേയത്വം ഇഹലോകത്ത് മാത്രമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്, എന്തുകൊണ്ട് മരണശേഷം വിധേയത്വം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം. അങ്ങനെ ഒരു ആവശ്യമില്ല യഥാർത്ഥത്തിൽ. എല്ലാവരും അള്ളാഹ്ക്ക് മുട്ടുമടക്കിയിട്ട് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ അത് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. മരണശേഷം അദ്ദേഹത്തിന്റെ ചോദ്യം തുടരുകയാണ്. മരണശേഷം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയായി മാറിയാലും സ്വീകരിക്കില്ല എന്ന നിർബന്ധം എന്തുകൊണ്ട്? അങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ മരണശേഷം അള്ളാഹുവിന്റെ അടിമയായി മാറാൻ. അള്ളാഹുവിന്റെ അടിമയാണ് ഓൾറെഡി. അള്ളാഹുവിന്റെ ഇച്ഛക്ക് അതീതമായിട്ട് ഒരു വിരലനക്കാൻ പോലും നിങ്ങൾക്കന്ന് കഴിയില്ല. പിന്നെ അത് സ്വീകരിക്കില്ല എന്നല്ല, സ്വീകരിക്കുക, അതാണ് വ്യവസ്ഥ. അതിൽ നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സ് നൽകപ്പെട്ടിട്ടില്ല എന്ന്. സ്വീകരിക്കണമെങ്കിൽ ഒരു ചോയ്സ് ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഉള്ള ക്രമത്തിലാണ് എന്നതല്ലേ വരുള്ളൂ. അപ്പോ അവിടെ അങ്ങനെ ഒരു ചോയ്സ് തന്നെ നൽകപ്പെടുന്നില്ല. അപ്പോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഇനിയും ഒരു പരീക്ഷണത്തിന് വിധേയനാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. പരീക്ഷണത്തിന് വിധേയനാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ കാര്യങ്ങളിൽ ഒരു വിസ്മൃതി ഉണ്ടാക്കിയിട്ട് വീണ്ടും ഭൂമി പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ പ്ലേസ് ചെയ്ത് ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ
അങ്ങനെ സ്വാതന്ത്ര്യം ചോയ്സ് ഒക്കെ തന്നുകൊണ്ട് അള്ളാഹു ചെയ്തോളും. പക്ഷെ ഇപ്പോ പാരത്രിക ലോകത്ത് അങ്ങനെയല്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്നവരായിക്കൊണ്ടാണ് എല്ലാവരെയും അവിടെ തിരിച്ചെത്തിച്ചിട്ടുള്ളത്. അവിടെ പിന്നെ നിങ്ങൾക്ക് പാരിതോഷികം തരാനോ ശിക്ഷ തരാനോ ഒരു കാരണം വേറെ ഇല്ല. പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തരാൻ അല്ലെങ്കിൽ ശിക്ഷ നൽകാൻ അവിടുത്തെ ഒരു നിലപാട് കാരണമായിട്ട് അവസരമില്ല. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അവസരം ഭൂമുഖത്തായിരുന്നു. ഇതാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് അല്ലാഹു പറയുന്നതിന്റെ ഒരു സൂചന. മരണവും ജീവിതവും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ആരാണ് ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നത് എന്നത് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണിത്. മരണശേഷം അങ്ങനെ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടിമയായി എന്നതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. നിങ്ങൾ അടിമ തന്നെയാണ്. പൂർണ്ണമായിട്ടും അംഗീകരിച്ച് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ കുല്ലു ഉമ്മത്തിൻ ജാസിയത്തുൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജാസിയത്തായിട്ട് തന്നെയാണ് എല്ലാവരും ഉണ്ടാവുക. അപ്പോ പിന്നെ അവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനിക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. സൂചന ലളിതമാണ്. ഇതിൽ അദ്ദേഹം തുടരുകയാണ്. അത് ഈ അള്ളാഹുവിന് മനുഷ്യരെ ഭൂമിയിൽ അടിമകളാക്കി ഉപയോഗിക്കാൻ മാത്രമാണ് താല്പര്യം എന്നാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ മനുഷ്യരെ അടിമകളാക്കി വെക്കുക എന്നുള്ളത് ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കുമല്ലോ. ഈ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മനുഷ്യരെ അടിമകളാക്കി തന്റെ പാട്ടിലാക്കി അദ്ദേഹത്തിന്റെ അറബ് സാമ്രാജ്യത്വ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാരത്രിക ലോകത്തെത്തിയിട്ട് അള്ളാഹുവിന് എന്താണ് ഒരല്പം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ഒരല്പം പുറത്തു കൊടുക്കുകയും അയാളോട് ഉദാരത കാണിക്കുകയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ദിശയും മുനയും ഒക്കെ പോകുന്നത്. അങ്ങനെയാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു സ്കൂൾ ക്ലാസ് റൺ ചെയ്യാനെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടെ നിങ്ങളൊരു ടെസ്റ്റ് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, പാരിതോഷികം കൊടുക്കുന്നു. ക്വാളിഫൈ ചെയ്യാത്തവർക്ക് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് അവരെ എന്താണെന്ന് വെച്ചാൽ ആ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ വെച്ചിട്ടുള്ള വ്യവസ്ഥയെങ്കിൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകളും ഒന്നും ചെയ്യാതെ നിങ്ങളെ തന്നെ പരിഹസിച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്നവരെയും ഒരുപോലെയാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെയാണ് പരിഹസിക്കുന്നത്? നിങ്ങളുടെ തന്നെ പരീക്ഷയല്ലേ, നിങ്ങളുടെ തന്നെ സംവിധാനത്തെ അല്ലേ, നിങ്ങൾ തന്നെ വെച്ച വ്യവസ്ഥയെ അല്ലേ നിങ്ങൾ പരിഹസിക്കുകയും തമാശയാക്കുകയും കാറ്റിൽ പറത്തുകയൊക്കെ ചെയ്യുന്നത്? ആ വിഡ്ഢിത്തം ഏതെങ്കിലും അധ്യാപകൻ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യാൻ സന്നദ്ധല്ലാത്തൊരു സംഗതി അള്ളാഹിനോട് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ വിഡ്ഢിത്തം ചെയ്യാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നിങ്ങൾ സന്നദ്ധല്ല. ഇനിയിപ്പോ രാജ്യത്തിന്റെ കാര്യം എടുത്താലും ഇവിടെ ഒരു പൗരന്മാർ പാലിക്കേണ്ട ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിയമമാക്കി വെച്ചിട്ട് അത് പാലിക്കുന്നവർക്ക് നിങ്ങൾ ചില ആനുകൂല്യങ്ങൾ, അതിനെ ധിക്കരിക്കുന്നവരെ കുറ്റവാളികളായി കണ്ടുകൊണ്ട് തുറുങ്കിലടക്കുകയോ അതുപോലെയുള്ള ശിക്ഷകൾ നൽകുകയൊക്കെ ചെയ്യാന്നാണ് വെച്ചിട്ടുള്ള വ്യവസ്ഥയെങ്കിൽ ഇത് അനുസരിക്കുന്നവരെയും ധിക്കരിക്കുന്നവരെയും നിങ്ങൾ ഒരുപോലെ ആണ് പിന്നെ പരിഗണിക്കുക. അവർക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം ഉണ്ടാവും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? നിങ്ങളെ തന്നെ അല്ലേ. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭരണഘടന, നിങ്ങൾ ഉണ്ടാക്കി വെച്ച സംവിധാനം, നിങ്ങൾ ഉണ്ടാക്കിയ നിയമാവലി, ഇതിനൊക്കെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഈ ഒരു വിഡ്ഢിത്തം നിങ്ങൾ ചെയ്യോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ചെയ്യാത്തൊരു വിഡ്ഢിത്തം അള്ളാഹു ചെയ്യണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെ? അത് കുറച്ച് കടന്ന ആലോചനയാണ്. അങ്ങനെ ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ചോ. പക്ഷെ അതിന് യാതൊരു ഫലപ്രാപ്തിയില്ല എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ചെയ്യാൻ കൂട്ടാക്കാത്തൊരു വിഡ്ഢിത്തം അതല്ല ചെയ്യണം.
ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെ? വ്യക്താണല്ലോ. എന്നിട്ട് അതിന് നിങ്ങളൊരു വിശദീകരണം കണ്ടെത്തുകയാണ്. സാമ്രാജ്യത്വ മോഹിയായ, അറബ് സാമ്രാജ്യത്വ മോഹിയായ ഒരാള് ബാക്കിയുള്ളവരെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് എന്നത്. ഇതിന് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്ന ഒരു നാള് വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളുടെ യുക്തി തലങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ നാള് വരുന്നത് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങാം. അള്ളാഹു പരലോകത്തെ ജീവിതം സംബന്ധിച്ച ഭീഷണി ഉപയോഗിച്ച് മനുഷ്യരെ ഭൂമിയിൽ വരുതിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നു. പരലോകം എന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തി മനുഷ്യനെ വരച്ച വരയിൽ നിർത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു മനുഷ്യന്റെ സ്വാർത്ഥത അല്ലാതെ മറ്റൊന്നും ആവാൻ വഴിയില്ല എന്നാണ്. ഇതൊരു മനുഷ്യന്റെ സ്വാർത്ഥത മാത്രമാണ് എന്നാണ്. ഇത് വസ്തുതയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ ഒരു ഭീഷണി, പരലോകം എന്നൊരു ഭീഷണി മുന്നിൽ വെച്ചുകൊണ്ട് അവന് വഴിപ്പെടുന്നവരാക്കാൻ ശ്രമിക്കുന്നു ആളുകളെ എന്ന് പറയുന്നത് ശരിയാണ്. അള്ളാഹു പരലോകം എന്നുള്ള ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്, ഒരു ഭീഷണിയും നടത്തുന്നുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് ആളുകളെ സത്യമാർഗത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ആവശ്യപ്പെടുന്നു. നല്ല മനുഷ്യരാകാൻ ആവശ്യപ്പെടുന്നു. സുഹൃതം ചെയ്യുന്നവരാകാൻ ആവശ്യപ്പെടുന്നു. അതിലെന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞോട്ടെ, ആവശ്യപ്പെട്ടോട്ടെ. ഇനി ഈ പറയുന്നത് വ്യാജമാണ് എങ്കിൽ പിന്നെ നമ്മള് അതിനെക്കുറിച്ച് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പറയുന്നത് തന്നെയാണ് അതിന്റെ ശരി, പറയുകയാണ് വേണ്ടത്. വ്യാജമാണോ സത്യമാണോ എന്നത് നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക മാത്രമാണ് അതിൽ വേണ്ടത്. അയാളുടെ താല്പര്യം സാമ്രാജ്യത്വ മോഹാണോ, തന്റെ അടിമകളാക്കി വെക്കാനുള്ള ഒരു കുതന്ത്രം പ്രയോഗിക്കുകയാണോ എന്നതൊക്കെ നമുക്ക് രണ്ടാമത് പരിഗണിച്ചാൽ മതിയല്ലോ. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ലഭ്യമായ പ്രാപഞ്ചിക സൂചനകളുടെ അടിസ്ഥാനത്തിൽ സാധ്യത ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഒരു കളിതമാശ എന്നുള്ള നിലക്ക് ഇത്രയും സാധ്യതകളുള്ള, ബുദ്ധിയുള്ള, ദൈക്ഷണികമായ വൈഭവമുള്ള ഒരു സൃഷ്ടിയെ എന്തിന് രൂപകൽപ്പന ചെയ്തു എന്നത് ആലോചിച്ചൂടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ ലഭ്യമാകുന്ന വിഭവങ്ങളൊക്കെ തിന്നും കുടിച്ചും ഭോഗിച്ചും ഒക്കെ അങ്ങ് ആനന്ദിച്ച് ജീവിതം തീർക്കാനുള്ളതാണ് എങ്കിൽ അങ്ങനെ ഒരു സംഗതി തന്നെയല്ല ഇവിടെ ജീവജാലങ്ങളൊക്കെ ചെയ്യുന്നത്, മറ്റു മൃഗങ്ങളൊക്കെ ചെയ്യുന്നത്. മനുഷ്യനായിട്ട് എന്തിനാണ് ഇത്രയും അതിഗംഭീരമായ ബുദ്ധിവൈഭവം നൽകപ്പെട്ടിരിക്കുന്നത്? ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ അതിനിഗൂഢമായ എത്രയെത്ര തലങ്ങളെയാണ് മനുഷ്യൻ അവന്റെ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് അതിവിസ്മയകരമായ പല വസ്തുതകളും അവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നിട്ട മനുഷ്യന്റെ ആയിരക്കണക്കിന് വർഷക്കാലത്തിനുള്ളിൽ അവന്റെ മുന്നേറ്റം എത്ര വിസ്മയകരമാണ് എന്നതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇത്രയും വൈഭവങ്ങൾ, ഇത്രയും കഴിവുകളൊക്കെ മനുഷ്യന് നൽകേണ്ടതുണ്ടായിരുന്നു. ഒരു പശുവിനെ പോലെയോ ആടിനെ പോലെയോ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ പോലെയോ ഒക്കെ അങ്ങ് ജീവിച്ച് ആനന്ദിച്ച് മരിച്ചു പോകുന്ന ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യനെ വിട്ടാൽ മതിയായിരുന്നില്ലേ? ഈ ഭൂമുഖത്തെ ഒരു ജീവിതം മാത്രമാണ് ഉള്ളത് എങ്കിൽ, അതിനപ്പുറത്തേക്ക് അള്ളാഹു ഒരു സാധ്യതയും വെച്ചിട്ടില്ല എങ്കിൽ, ഇതൊരു മനുഷ്യന്റെ സ്വാർത്ഥത അല്ലാതെ മറ്റൊന്നും ആകാൻ വഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊരു അതിഗംഭീരനായ മനുഷ്യനാവണല്ലോ. ആകെ ഒരു 60 വർഷത്തെ അല്ലെങ്കിൽ 70 വർഷം 80 വർഷമൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷക്കാലാണ് ജീവിച്ചിട്ടുള്ളത്. ഈ 63 വർഷക്കാലത്തിനിടയ്ക്ക് മനുഷ്യ സമൂഹത്തെ ഈ വിധത്തില് തന്റെ വരുതിയിൽ അടിമകളാക്കി കൊണ്ടുവന്നിട്ട് എന്ത് മണ്ണാങ്കട്ട നേടാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. അതിനിപ്പോ നാട്ടിലെ ഇപ്പൊ ചക്രവർത്തിമാരെയോ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയോ ഒക്കെ ആയ പോരെ? ഇങ്ങനെയുള്ള അതീവ സങ്കീർണമായ ഒരു വഴി തെരഞ്ഞെടുക്കണോ? ഇവിടെ വിഡിത്തം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്നുണ്ട് നമ്മൾ കാണുന്നില്ലേ? മഹാവിഡിത്താണ് അവർ പറയുന്നത് എന്നത് നമുക്ക് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടും. അങ്ങനെ വിഡിത്തം പറയുന്ന
രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ കൂടാൻ ലക്ഷങ്ങളാണ് സിന്ദാബാദ് വിളിക്കാനുള്ളത്. അങ്ങനെയൊക്കെ ആയ പോരെ, എന്തിനാണ് ഇങ്ങനെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ രംഗത്ത് വരുന്നത്? ഈ വിഡ്ഢികളായ മനുഷ്യരെ കൂടെ കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ. അപ്പൊ നമ്മള് നോക്കുക, ജീവിതത്തെ കുറിച്ച് ഒരു തലയും പാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഒരു സമ്മേളനം വിളിച്ചാല് ലക്ഷങ്ങളാണ് അവിടെ ആളുകൾ വന്നു ചേരുന്നത്. ആലോചിച്ചു, എത്ര പണം ചെലവഴിച്ചുകൊണ്ട് പോലുമാണ് പലരും എത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരാളായാൽ മതിയല്ലോ ഈ കാര്യം നടപ്പാക്കാൻ വേണ്ടി. ഈ വലിയ സാമ്രാജ്യത്വങ്ങളുടെ അധിപന്മാരായിരുന്ന ആളുകൾ, സമ്രാട്ടുകളൊക്കെ ഉണ്ടല്ലോ ലോകത്തുണ്ടായിരുന്നല്ലോ ചരിത്രത്തിൽ പലരും. അവരൊക്കെ പോലെ ആയ പോരെ? അവരിൽ ആരെയെങ്കിലും നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെയുള്ള അതിവിസ്മയകരമായ ഒരു ജീവിത ദൗത്യം നിർവഹിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ സാമ്രാജ്യത്വ മോഹത്തിന്റെ ആളുകളുടെ സ്വഭാവം ഇതുപോലെ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കൂ. സാമ്രാജ്യത്വ മോഹികൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനവർ കണ്ടെത്തിയ വഴികൾ എന്തൊക്കെയാണ്, അവർക്ക് എത്ര എളുപ്പമുള്ള കുറുക്കു വഴികൾ അതിനുണ്ടായിരുന്നു. ഈ പ്രവാചകൻ അങ്ങനെ ഏതെങ്കിലും കുറുക്കു വഴികൾ സ്വീകരിക്കുകയുണ്ടായോ? അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം മുന്നേറിയോ? എന്നിട്ട് അദ്ദേഹം എന്താണ് നേടിയത്? പോലെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോ നിങ്ങളുടെ ആലോചനയിൽ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന തഖ്വയാണ്. സത്യസന്ധത എന്നൊരു കാര്യം മാത്രമാണ്. ബുദ്ധിപരമായ സത്യസന്ധത എന്നത് കാശ് കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമല്ല. ആ ഒരു സംഗതി മാത്രമാണ് നിങ്ങളുടെ അന്വേഷണത്തിൽ ഇല്ലാതെ പോകുന്നത്. അപ്പോ ബുദ്ധിപരമായ സത്യസന്ധതയെ തിരിച്ചു കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ കാര്യങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു ചോദ്യം ഇതിന്റെ തുടർച്ച തന്നെയാണ്. ഭൂമിയിലെ ജീവിതം പ്രാഥമികമായതും അമിത പ്രാധാന്യമുള്ളതുമായി കാണുന്നത് അള്ളാഹു അല്ലേ? ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതം വലിയ സംഭവം ആക്കുന്നത് അള്ളാഹു അല്ലേ? ഇവിടെ ഹ്രസ്വമായ കാലത്ത് വിധേയത്വം കാണിക്കുന്നതിനെ വലിയ സംഭവമായി കാണുകയും അനന്തമായ പരലോക ജീവിതത്തിലെ വിധേയത്വം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ ഇഹലോക ജീവിതത്തിന് അമിത പ്രാധാന്യം അള്ളാഹു സ്വയം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാല് അത് ഈ ഭൗതിക ലോക ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിന് പ്രാധാന്യം നൽകുന്നു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ആളുകള് പണം, പ്രസിദ്ധി, സ്ഥാനം, പദവി, അധികാരം ഇങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെയാണല്ലോ ഭൗതിക ലോകത്ത് ആളുകൾ വലിയ പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ട് ഭൗതിക ലോകത്ത് ഇപ്പൊ നമ്മൾ പ്രസിദ്ധി നേടിയില്ലെങ്കിൽ ആ ജീവിതം നശിച്ചുപോയി, അല്ലെങ്കിൽ വലിയ പദവി നേടിയില്ലെങ്കിൽ ജീവിതം ഒന്നുമല്ലാണ്ടായിപ്പോയി, വലിയ അധികാരം നേടിയില്ലെങ്കിൽ ജീവിതം ഫലശൂന്യമായി എന്നൊക്കെ സങ്കല്പിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഭൂമിയിലുള്ളത്. അയാൾ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞില്ല, വലിയ ഉയരത്തിലെത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിതം അള്ളാഹു നമുക്ക് അവന്റെ തൃപ്തി നേടാനുള്ള ഒരു അവസരമായിട്ട് തന്നതാണെങ്കിൽ അത് നേടാതെ പോകുന്നതാണ് ജീവിതത്തെ ഏറ്റവും വലിയ പരാജയമാക്കുന്നത്. അതിന് പകരം ഭൗതിക ജീവിതത്തിന്റെ മോഹനമായ ഇത്തരം സംഗതികൾ, സമ്പത്ത്, അധികാരം, പദവി, പ്രസിദ്ധി ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രധാനം എന്ന് സങ്കല്പിക്കുന്ന ആ മനോഘടനയെയാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭൗതിക ലോകം പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടിയാണ് ഈ അവസരം നൽകപ്പെട്ടിരിക്കുന്നത്. അത് ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ തൃപ്തി നേടാൻ ശ്രമിക്കുന്ന ആളുകള്, അത് തിരിച്ചറിഞ്ഞ ആളുകള് ഒരു നിമിഷം പോലും പാഴാക്കുകയില്ല. അതീവ പ്രധാനമാണ് ഭൗതിക ജീവിതം. കാരണം അതൊരു പരീക്ഷാ ഹാള് പോലെയാണ്. പരീക്ഷാ ഹാളിൽ ചെലവഴിക്കുന്ന സമയം പോലെയാണ്. അവിടെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി തിരിഞ്ഞു കളിച്ച് കുറെ സമയം വേസ്റ്റ് ചെയ്താൽ അറിയുന്ന ഉത്തരങ്ങൾ തന്നെ എഴുതാൻ പറ്റാതെ സമയം കഴിഞ്ഞു പോകുമല്ലോ, ഉറപ്പല്ലേ? ഇതേ അവസ്ഥ മനുഷ്യന് ഭൗതിക ലോക ജീവിതത്തിലുണ്ട്. അവന്റെ സമയം ആവശ്യമില്ലാത്ത പലതിലുമായി ചെലവഴിച്ച് എല്ലാം കഴിഞ്ഞ അവസരങ്ങളൊക്കെ പൂർത്തിയായി ബെല്ലടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബെല്ലടിക്കാൻ
സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോഴാണ് ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ ഉണ്ടാവുന്നതെങ്കിൽ അത് മഹാനഷ്ടമായി മാറുമല്ലോ. അതൊന്ന് ആലോചിച്ചാൽ ഏവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലേ. അപ്പം ഐഹിക ലോക ജീവിതം പ്രധാനമല്ല എന്നല്ല പറഞ്ഞ, പ്രധാനമാണ്. പക്ഷെ നിങ്ങൾ സങ്കല്പിക്കുന്ന വിധത്തിൽ പണം, പ്രസിദ്ധി, അംഗീകാരം, പദവി ഒക്കെ നേടുന്നതിന് വേണ്ടിയല്ല അതിന്റെ പ്രാധാന്യമുള്ളത്. മറിച്ച് പടച്ച തമ്പുരാന്റെ തൃപ്തി നേടുന്നതിനുള്ള പ്രാധാന്യമാണ്. അതാണ് നേടേണ്ടത്. അത് നേടുന്നതിന് പകരം ഇവിടെയുള്ള ഭൗതിക ലോക ജീവിതത്തിൽ ഓഫർ ചെയ്യപ്പെടുന്ന സംഗതികളുടെയൊക്കെ എത്രയോ ഇരട്ടി പ്രാധാന്യമുള്ള ഗുണമുള്ള സംഗതികൾ ഓഫർ ചെയ്യപ്പെടുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ചില വർണ്ണങ്ങളുടെ പുറകെ നമ്മൾ ഓടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ മതാവുൽ ഗുറൂറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നത്. ഐഹിക ലോകത്തെ ജീവിത വിഭവങ്ങൾ എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ചരക്കുകളാണ്. അതൊന്നും റിയൽ അല്ല. അതൊക്കെ ഇപ്പോ നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പഴവർഗ്ഗങ്ങൾ എന്ന് സങ്കല്പിച്ചു നോക്കും. 4 ദിവസം കഴിഞ്ഞാൽ അത് ചീഞ്ഞ് നാറിപ്പോവും. പിന്നെ അത് നമ്മൾ വായിലേക്ക് കൊണ്ടുപോകാൻ പോയിട്ട് കയ്യിലെടുക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടില്ല. അതുപോലെയാണ് എല്ലാ വിഭവങ്ങളും. അത് ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ. മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കൂ. നമ്മള് ഒരുപാട് കാലത്തെ മോഹിച്ച് ആഗ്രഹിച്ച് ഒക്കെ നേടുന്ന ഒരു ഒരു കൂട്ടാളി, ആണിന് പെണ്ണ് പെണ്ണിന് ആണും ഒക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് തന്നെ അതിന്റെ അവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര വെറുപ്പുണ്ടാക്കുന്ന, അറപ്പുണ്ടാക്കുന്ന സംഗതികളായി മാറൂലേ. മനുഷ്യ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ജീവനറ്റ് കഴിഞ്ഞാൽ പിന്നെ ചീഞ്ഞളിഞ്ഞ് അങ്ങേയറ്റത്തെ ദുർഗന്ധം വമിപ്പിക്കുന്നതായി മാറൂലേ. അതുപോലും വേണ്ട. ശരീരം എന്നത് അല്ലാതെ തന്നെ 4 ദിവസം കുളിക്കാതെ ഇരുന്നാല് അങ്ങേയറ്റത്തെ വെറുപ്പുളവാക്കുന്ന വാസനയും ദുർഗന്ധവും ഒക്കെ ആയി മാറൂലേ. അപ്പം മതാവുൽ ഗുറൂറാണ് അതൊക്കെ. ഇത് ഐഹിക ലോകത്തിന്റെ ഏത് വിഭവത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. അധികാരം പോലും അങ്ങനെയാണ്, പദവി പോലും അങ്ങനെയാണ്. പദവിയൊക്കെ വലിയ കുരിശായി മാറൂലേ പലർക്കും പല അവസ്ഥകളിലും. ഒന്ന് ആലോചിച്ച് നോക്കൂ അത്. അപ്പൊ ഇത് ആണ് വലിയ പ്രധാനമായ സംഗതി എന്ന് ധരിക്കുന്ന ആളുകൾ മഹാവിഡ്ഢികളാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടാനാണ് ഈ ജീവിതം അതിന്റെ ഏറ്റവും ഉന്നതമായ നിലക്ക് പ്രയോജനപ്പെടുത്തുന്നവർ ശ്രമിക്കുക. അങ്ങനെ അല്ലാതാവുമ്പോ ഈ ഐഹിക ലോക വിഭവങ്ങളുടെ പുറകെയാണ് ഒരാൾ ഓടുന്നതെങ്കിൽ അത് അയാളെ വഞ്ചിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ചതിയിലകപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. ഇതാണ് പറഞ്ഞതിന്റെ കാര്യം. അപ്പോ അതിന്റെ തുടർന്ന് അയാള് ഈ ചോദ്യം ഉന്നയിച്ച ആൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇതൊന്നും ഒരു റബ്ബ് ചെയ്യുകയില്ല, ഇതൊക്കെ സാമ്രാജ്യത്വ മോഹങ്ങൾ ബാധിച്ച ഒരു സാമാന്യ വ്യക്തിയുടെ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളാകാനേ വഴിയുള്ളൂ എന്നാണ്. ഇദ്ദേഹത്തിനൊരു സാമ്രാജ്യത്വ മോഹം ഒരു ബാധ പിടികൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാറ്റിലും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ സാമ്രാജ്യത്വ മോഹിയായ മുഹമ്മദ് എന്നൊരു ആശയമാണ്. അപ്പോ ഈ ഹ്രസ്വമായ ജീവിതകാലത്ത് മനുഷ്യൻ ആ ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടിയാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അതിന് പകരം ഇവിടെ പേര്, പ്രസിദ്ധി, സമ്പത്ത്, സ്ഥാനം, പദവി, അധികാരം ഒക്കെ നേടാനാണ് ഒരാള് അതിന്റെ പുറകെ ഓടുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ ജീവിതം എന്താണ് എന്നത് തന്നെ മനസ്സിലാക്കാത്ത ഓട്ടത്തിലാണ്. എല്ലാം കഴിഞ്ഞ് സമയം അവസാനിച്ചു കഴിയുമ്പോഴാണ് അയാള് ഒരു മഹാവിഡ്ഢിയായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പൊ ഇത് പറയുന്നത് സാമ്രാജ്യത്വ മോഹിയായ ആളുകളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ സാമ്രാജ്യത്വ മോഹം കൊണ്ട് നടന്ന ഒരാള് ഇത്ര കഷ്ടപ്പെട്ട് ഇത് പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നോ എന്നതാണ് എന്റെ ചോദ്യം. ലോക ചരിത്രത്തിൽ സാമ്രാജ്യത്വ മോഹം വെച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല, യാതൊരു കുറവുമില്ല. എത്രയോ ആളുകള് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ അത്രയും വലിയ ആംബിഷൻസുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരൊന്നും ഇങ്ങനെ കാര്യമൊന്നും പറയാതിരുന്നത്? അവർക്ക് അതിനേക്കാളും തടി മെനക്കെടുത്താതെ നേടാൻ കഴിയുന്ന ഒരു സംഗതിയായിരുന്നു ഈ സാമ്രാജ്യത്വ മോഹമൊക്കെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അതേ എളുപ്പത്തില് മുഹമ്മദിനും പറ്റുമായിരുന്നില്ലേ? അങ്ങനെ മുഹമ്മദ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അവസാന പ്രവാചകൻ നിർവഹിച്ച ദൗത്യം ഈ ഒരു സാമ്രാജ്യത്വ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രയത്നം ആവശ്യമുണ്ടായിരുന്നില്ല. അലക്സാണ്ടറെ പോലെയോ അല്ലെങ്കിൽ നെപ്പോളിയനെ പോലെയോ അതുപോലെ ചരിത്രത്തിലെ ദിഗ്വിജയികളായ അശോക ചക്രവർത്തിയെ പോലെയോ ഒക്കെയുള്ള ആരെങ്കിലുമൊക്കെ അക്ബറിനെയോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ പോലെ ആയാൽ ധാരാളം മതിയാകുമായിരുന്നില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്കും ഇതിനേക്കാൾ എളുപ്പമുള്ള വഴികളിലൂടെ അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ എന്തിനാണ് ഈ വേണ്ട വേലക്ക് അദ്ദേഹം കുനിഞ്ഞിറങ്ങിയിട്ടുണ്ടാവുക? അപ്പൊ അത് നമ്മളുടെ വിലയിരുത്തലിലെ ഒരു സത്യസന്ധതയില്ലായ്ക കൊണ്ട് സംഭവിക്കുന്ന ഒരു ഭീമമായ അബദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുൽ അഹ്സാഫിന്റെ പഠനം നമുക്ക് മറ്റന്നാൾ ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നാളെ ഈദുൽ അദ്ഹ ആയി മിക്കവാറും ഇടങ്ങളിൽ ഈ ബലി കർമ്മത്തിനൊക്കെ വേണ്ടി നമസ്കാരം നേരത്തെ 7 മണിക്കൊക്കെ തുടങ്ങുന്നതായിട്ടാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ നമുക്ക് അങ്ങനെ ഒരു വാശി പിടിച്ചുകൊണ്ടൊരു ക്ലാസ് വേണമെന്ന് വെക്കണ്ട, മറിച്ച് നമുക്ക് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഹ്സാഫിന്റെ പഠനം ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ആശംസകൾ നേരെയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.